പെട്ടെന്ന് ഞങ്ങൾക്ക് വണ്ടി ആക്കി തരും. ഒരു ടെൻഷനും ഇല്ല. ഞങ്ങൾക്ക് അഥവാ വാങ്ങണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എടുക്കാനുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാൻ ഇവിടെ മേലെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ വിളിച്ചാൽ മതി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, 1-2 കൊല്ലമായി നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം എക്സ്പെഷ്യലി ആദ്യം പറയട്ടെ, ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, അതേപോലെ തന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, മോണിറ്റൈസറിലായി. ഓക്കെ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് എല്ലാവരും പറയുന്നത്, യൂട്യൂബ് തുടങ്ങിയ ആളാലും ശരി, ഇനി തുടങ്ങാൻ ഇരിക്കുന്ന ആളാലും ശരി, സമയം കളയണ്ട. കാരണം എപ്പോൾ തുടങ്ങുന്ന വെച്ചാൽ ഇപ്പം തുടങ്ങിക്കോ. കാരണം അത്രയും നല്ല ഇതുണ്ട്. ഏത് സമയത്ത് നിങ്ങളത് ക്ലിക്കാന്ന് അറിയില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വേറെ ലെവലിലാണ്. അപ്പോൾ സന്തോഷ വാർത്ത വേറൊന്നല്ല, നമ്മുടെ യൂട്യൂബിലെ വരുമാനത്തിന് സ്റ്റാർട്ടിങ് തുടക്കത്തിൽ ഇന്ന് ഞാനൊരു സ്കൂട്ടി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മൾ 2 കൊല്ലത്തെ പ്രയത്നം കൊണ്ട് ഇന്ന് നമ്മൾ പറഞ്ഞല്ലേ സ്കൂട്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്കൂട്ടി എടുക്കുന്നത് വെച്ചാൽ കണ്ണൂരിലുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ച് പറയാം, എക്സ്പെഷ്യലി താഴെ ചവക്കുള്ള പ്രിൻസ് മോട്ടോഴ്സ് ആളിനെ എടുക്കാൻ പോകും. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കണ്ട, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങൾക്ക് സ്കൂട്ടർ സെറ്റാക്കി തരും. കാരണം നമ്മൾ പോയിട്ട് 2 ദിവസം കൊണ്ട സംഭവം വളരെ പടാഫട്ടാക്കി. അപ്പോൾ നമ്മൾ താഴ്ച പോലെ പ്രിൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആടെ നമ്മൾ സ്കൂട്ടി എടുക്കണം. ഓക്കെ, അപ്പോൾ പറയല്ലേ ഇത്രയും വലിയ സന്തോഷം എന്താ വേണ്ടേ. യൂട്യൂബിലെ വരുമാനം കൊണ്ട് 2 കൊല്ലത്തെ കഷ്ടപ്പാട് കൊണ്ട് അവിടെ കുറച്ച് ദിവസം ഒരു കഷ്ടപ്പാടുണ്ടാവും. പക്ഷേ ആയിക്കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കണ്ട, നമ്മൾ ആദ്യമായിട്ട് സ്കൂട്ടി എടുക്കാൻ പോയത്. അപ്പോൾ ഞാൻ എടുക്കുന്ന വെച്ചാൽ TVSൻ്റെ ജൂപ്പിറ്റർ എടുക്കുന്നത്. അവർ 1 ടൺ എടുക്കുന്നത്. ഇത് നല്ല മൈലേജ് ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് എടുക്കുന്നത്. ഇക്കാലത്ത് നമുക്ക് മൈലേജാണ് വേണ്ടത്. കാരണം 125 ഉണ്ട്, 110 ഉണ്ട്. 125 എനിക്ക് തോന്നുന്നത് 50 കിട്ടുന്നത്. ഏകദേശം 55 പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 50 സംതിങ് കിട്ടും. പക്ഷേ ഇതൊരു 60-70 പറഞ്ഞാൽ 60 കിട്ടും. ഇന്നത്തെ കാലത്ത് പെട്രോളിൻ്റെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് നോക്കേണ്ടത്, മൈലേജ് നോക്കേണ്ടത്. അത് മാത്രമല്ല സിമ്പിൾ സ്മൂത്ത് യൂസാണ്, ആർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ സ്കൂട്ടർ എല്ലാവരും എടുക്കുന്നല്ലേ, അതായത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ശരി. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, അതായത് നമ്മളെപ്പുറം വരിക. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയാണ്. ബാക്കിയെല്ലാം അവിടെ എടുക്കുന്നതാക്കിയിട്ട് നമുക്ക് ആർന്ന് കാണിച്ചു തരാം. കേട്ടോ, അപ്പോൾ എന്ന് പറയാനുള്ള ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യുന്ന അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോലൊക്കെ നമ്മൾ മച്ചനായിട്ട് പോകുന്നത്. ഓക്കെ, മുസമ്പിൽ അലിഖാനാണ് വണ്ടി ഓടിക്കുന്നത്, മച്ചാൻ. അപ്പോൾ നമ്മളിതാ ഏകദേശം കണ്ണൂർ എത്താനായി. നമ്മൾ കണ്ണൂരിലെ താഴ്ചവ പ്രിൻസ് മോട്ടോഴ്സിനാണ് നമ്മൾ എടുക്കുന്നത്, TVSൻ്റെ. അപ്പോൾ എന്താ പറയുക, 1.5 കാലാവസ്ഥയിൽ ഒരു രക്ഷയില്ല, ഇതിലും വൈബാണ്. മഴയിലായിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ബാക്കിയുള്ള പരിപാടിയെല്ലാം അവരെ TVSൻ്റെ പ്രിൻസ് ഷോപ്പിൽ നിന്ന് താഴ്ച നോക്കി നമുക്ക് കാണാം. ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ടി എടുക്കുന്ന പരിപാടിയാണ്. ഞാൻ എടുക്കുന്ന വണ്ടി വെച്ചാൽ നല്ല വാങ്ങിച്ചാൽ ബ്ലാക്ക് എടുക്കട്ടോ. വണ്ടനല്ല കൊറിയറിനെ തന്നെ കാണിക്കണ്ട.
നമ്മൾ ഫൈനലി പ്രിൻസിലെത്തി. സെറ്റപ്പാണ്. ഫസ്റ്റ് കടമ്പാട് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ വണ്ടി ഇറക്കുന്നതാണ്. ഡെലിവറി ചെയ്യുന്ന കൂടി ഉണ്ട്. ബാക്കി നമുക്ക് അതിന് കാണാം. ഏകദേശം ബാക്കിയാണ് പറയുന്നത്. ഫസ്റ്റത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ കേട്ടോ. നെക്സ്റ്റ് മൂവ്മെൻറ്റിലേക്ക് മാറുന്നതാണ്. അവിടെ അയക്കാൻ പിന്നെ നമ്മൾ ഇറങ്ങുന്നത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, കണ്ണൂർ കാഴ്ച നോക്കി വരാം. ഫുൾ സെറ്റപ്പാണ്. നല്ല സെറ്റപ്പ് സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ബ്ലാക്ക് വണ്ടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി അപ്പോൾ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മച്ചാൻ വണ്ടീൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരുന്നുണ്ട്. എത്ര മൈലേജ് ഇട്ടു, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, പിന്നെ അതിൻ്റെ എന്താ പറയണ്ടേ സർവീസും കാര്യങ്ങൾ, സീറ്റ് കപ്പാസിറ്റി, മറ്റുള്ള എന്താ പറയണ്ടേ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ ചങ്ങായി പറഞ്ഞിരുന്നുണ്ട്. ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത്, അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടത്തേക്ക് പോട്. ഹലോ. കൈമാറി
ഞാൻ ഇറങ്ങിയിട്ട് ഓക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വരാം സ്ഥലം നമ്മള് വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലെത്തി. പിന്നെ അവിടെ കുറച്ച് മഴ ആയിക്കൊണ്ട് ബാക്കിയുള്ള എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാ നമ്മളെടുത്ത വണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാനുള്ളത് വെച്ചാല് കേട്ടോ, നിങ്ങൾക്ക് വണ്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കണ്ണൂര് മറ്റേ താഴ്ചവക്കുള്ള പ്രിൻസ് മോട്ടോഴ്സ് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ഫുൾ സെറ്റപ്പാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി ആക്കി തരും, ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾക്ക് അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എടുക്കാനുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാൻ ഇവിടെ മേലെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പർ വിളിച്ചാൽ മതി. കാരണം ഡൗൺ പേയ്മെന്റ് ആയാലും ശരി, നിങ്ങൾ മറ്റേ മൊത്തത്തിൽ അടച്ചെടുക്കുന്ന വെച്ചാൽ എങ്ങനെ വേണമെങ്കിൽ ശരി, വളരെ പെട്ടെന്ന് ആക്കിത്തരും. ഫുൾ സപ്പോർട്ടാണ്. ഞാൻ നമ്മുടെ അനുഭവം പറയാം, കിടിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മറ്റേ ഏത് ഭാഗത്തുനിന്നല്ല ചെയ്താലും ശരി, നമ്മളെ കണ്ണൂരിൽ ഏത് ഭാഗത്തുനിന്ന് അവിടെ തന്നെ പോയിട്ട് എടുത്തോ. പിന്നെ അതിൻ്റെതായ കാര്യങ്ങൾ, പിന്നെ വളരെ ഓഫർ മഴയിലായിട്ട് മറ്റേ കോട്ടും കാര്യങ്ങളും ആയതെല്ലാം ഉണ്ടായിന്. അപ്പോൾ ടെൻഷൻ ഇല്ല, വളരെ പെട്ടെന്ന് ആക്കി തരും. കുറേ അതുവാണ് ഇതുവാണ് അങ്ങനത്തെ താല്പര്യം മലക്കെട്ടൊന്നുമില്ല. കാരണം വണ്ടി എടുക്കാൻ പോലെ അനുഭവം പലയാൾക്ക് പല അനുഭവമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ പറയാം, ചില കുറേ ടെൻഷൻ ആയിരിക്കും, എന്താക്കണ്ട, അതൊന്നും ടെൻഷനും വേണ്ട, വളരെ സിമ്പിളായിട്ട് അത്രേ വേണ്ടു. അപ്പോൾ കാര്യങ്ങൾ വേണ്ടി നമ്പർ കൊടുത്തിന്. അപ്പോൾ അതാണ് കാര്യങ്ങൾ വരാനുള്ളത്. അപ്പോൾ അതുപോലെ വേറെ നമ്മുടെ രണ്ടാമത്തെ പറയാന്ന് വെച്ചാൽ, യൂട്യൂബ് നിങ്ങൾ തുടങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് പറയും ഇവരെന്ത് പറയും അങ്ങനെ വിചാരിച്ചൊന്ന് തുടങ്ങാൻ നിൽക്കണ്ട. എങ്കിൽ തുടങ്ങുന്നത് ഇപ്പം തന്നെ തുടങ്ങിക്കോ. കാരണം തമാശ പറയുന്നല്ല, തുടങ്ങിക്കാൻ ആദ്യം കുറച്ച് ദിവസമെല്ലാം അങ്ങനെ ഉണ്ടാവും, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ചില്ലറ രസം കൊണ്ട് ഇത് പെട്ടെന്ന് എന്താ പറയുക, സുപ്രാത്തിൽ ഇതിൽ നമ്മളെ ഏത് വീഡിയോ വൈറലാന്ന് പറയാൻ കഴിയില്ല. കാരണം കട്ടൊക്കെ കിട്ടും, ഉള്ള പറയാല്ല, നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കും ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിരിക്കും. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്താ പറയുക, താങ്ക്സ്, നന്ദി. ഓലേനു നമ്മളെ വീഡിയോയിലെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞ മനസ്സിലല്ലേ, തുടങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സ് കൊടുക്കുക, അതെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവിധ ആശംസകൾ.